പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എല്ലാവരും എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന കരങ്ങൾ വീശി ആരാധന എല്ലാവരും ആരാധന ആരാധന ചേർന്ന് പാടാം. ആരാധന 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 ആരാധന. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 എല്ലാവരും ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബസമാധാനമില്ലാത്തവര്, കർത്താവേ, ജീവിത ദുരിതത്തിൽ കഴിയുന്നവര്, കർത്താവേ, തൊഴിൽ രഹിതര്, ഭവനരഹിതരെ കർത്താവേ സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ സ്പർശിക്കണ കർത്താവേ. എല്ലാ മക്കളെ സ്പർശിക്കണമേ. പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ അതേ അഭിഷേകത്തില് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിച്ച വചനങ്ങളെ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി നമ്മൾ ധ്യാനാത്മകമായി പരിശോധിക്കുക. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ വചനത്തെ പ്രാർത്ഥനാപൂർവ്വം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആന്തരികമായ അങ്ങയുടെ മനസ്സുകൾ വചനത്തിൽ വെളിപ്പെടുത്തി അങ്ങയുടെ മക്കൾക്ക് ഈ കാലങ്ങളിൽ ശക്തി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഓരോ ഈവൻസാണ്, സംഭവങ്ങൾ. പക്ഷെ ഒരു സംഭവം നടക്കണമെങ്കിൽ അതിന് എന്തെല്ലാം പ്രതലം വേണം. ആ പ്രതലങ്ങൾക്ക് എന്തെങ്കിലും പരാധീനതയുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഈ ആരാധനയിൽ ധ്യാനിക്കുന്നത്. വളരെ ലളിതമായി പറയാം. പരിശുദ്ധ അമ്മയോട്
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാമത്തെ തിരുവചനം. അതാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. കേട്ട് പരിചയമുള്ള വാക്കാ. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്നാണ് മംഗളവാർത്ത. അതിൻ്റെ അമ്മയുടെ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ്. അമ്മ എങ്ങനെയാണ് അതിനെ പ്രത്യുത്തരിക്കണത്? ഹൗ ക്യാൻ ഇറ്റ് ബി എന്നാണ് ചോദിക്കണത്. മലയാളം കുറച്ചുകൂടി ലളിതവും ശക്തവുമാണ്. ഇതെങ്ങനെ സംഭവിക്കും? എന്താ കാരണം? സംഭവിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. എന്താ കാരണം? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതായത് ഒരു സംഭവം, ഈവൻറ്റ് നടക്കണമെങ്കിൽ 2 ഘടകങ്ങളുണ്ട്, പ്രതലങ്ങൾ. ഒരു സംഭവം നടക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ആരാധന നിങ്ങൾ കൂടുന്നു. നിങ്ങൾ എന്ന് കൂടുന്നു? ഈ ആരാധന നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ദിവസമുണ്ട്. അത് ഇന്നാണ്, ഈ ടൈം. അപ്പോൾ എന്താണ്? ഒരു സമയം. ആ സംഭവത്തിനൊരു സമയം വേണം. നിങ്ങൾ ഈ ആരാധന എവിടെ നിന്ന് കൂടുന്നു? ചിലപ്പോൾ ബസ്സിലാകാം, ചിലപ്പോൾ യൂട്യൂബിൽ കേൾക്കുകയായിരിക്കും, അല്ലെങ്കിൽ ടി വിയിൽ വീട്ടിൽ നിന്ന് കേൾക്കുകയായിരിക്കും. അപ്പോൾ ഇരിക്കണ സ്ഥലം. അപ്പോൾ ടൈം ആൻഡ് സ്പേസ്. ഇപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ തന്നെ എന്താ ചെയ്തിരിക്കണത്? ആദ്യം പ്ലേസ് എഴുതും, പിന്നെ ടൈം എഴുതും. അപ്പോൾ എന്ത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ 2 പ്രതലങ്ങളുണ്ട്, സ്പേസ് ആൻഡ് ടൈം. ഈ ചില സമയത്ത് ഈ സ്പേസും ടൈമും, എല്ലാ സംഭവങ്ങൾക്കും ഉണ്ട് സ്പേസ് ആൻഡ് ടൈം. എല്ലാ സംഭവങ്ങൾക്കും സ്പേസ് ആൻഡ് ടൈമുണ്ട്. സമയവും അതിൻ്റെ കാലവുമുണ്ട്. നമ്മൾ കാലവും ദേശവും എന്ന് പറയും. ഈ കാലത്തിനും ദേശത്തിനും ചില സമയത്ത് മാനുഷ്യമായ കൈപ്പിടിയിൽ ഒതുങ്ങാത്തതായിരിക്കും. അപ്പോഴെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ ധ്യാനം അന്വേഷിക്കുന്നത്. ചില ഇപ്പോൾ തന്നെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം ഒരു പദാർത്ഥമല്ലല്ലോ. അതിനിരിക്കാൻ സ്ഥലം ആവശ്യമുള്ളത്, തൂക്കമുള്ള, ഭാരമുള്ള, കളറുള്ള, കാണാവുന്നത്, അങ്ങനെ ഒരു മെറ്റീരിയലല്ല. സമയം ഒരു ഇമ്മെറ്റീരിയലാണ്, പദാർത്ഥാതീതമാണ് ശരിക്കും. അപ്പോൾ അതുപോലെ സ്ഥലമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി മെറ്റീരിയലാണ്. നമുക്ക് സ്ഥലം കാണാം, അവിടെ കയറി നിൽക്കാം, ഓക്യുപ്പൈ ചെയ്യാം, സ്ഥലം ഓക്യുപ്പൈ ചെയ്യാം. അങ്ങനെ കുറേ പദാർത്ഥമാനങ്ങൾ സ്ഥലത്തിനുണ്ട്. ഇപ്പം എല്ലാ സംഭവങ്ങൾക്കും ഒരു പദാർത്ഥമാനവുമുണ്ട്, ഒരു അപദാർത്ഥമാനവുമുണ്ട്, ഇമ്മെറ്റീരിയലായിട്ടുള്ള. ഇതിൻ്റെ പരാധീനതകളുണ്ടാകും. അതിനെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ലോകത്തോട് പറയണത് പരിശുദ്ധ അമ്മയാണ് ദൈവം മാധ്യമമാക്കണത്. കാര്യം ഈ 2 ചോദ്യം ചോദിക്കണം അമ്മയാ. ദൈവം മനുഷ്യനായി കഴിയുമ്പോൾ ദൈവം എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയലാണ്, മനുഷ്യൻ എന്ന് പറയുന്നത് മെറ്റീരിയലാണ്. അതിൻ്റെ മീഡിയമായി പ്രവർത്തിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും പരാധീനതകളെ പരിഹരിക്കാനുള്ള പോംവഴിയും മനുഷ്യരാശിക്ക് പരിശുദ്ധ അമ്മ വഴിയാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. സിമ്പിളായിട്ട് പറയാം. ഇപ്പം ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പുരുഷൻ എന്ന് പറയുന്നത് എന്താ? ഇവിടെ മെറ്റീരിയലാണ്, പദാർത്ഥമാണ്. അപ്പം പദാർത്ഥം മാത്രം, ആ ഒരു സംഭവം നടക്കുന്നതിൻ്റെ പദാർത്ഥമാനങ്ങൾ ഇവിടെ ഇറലവൻ്റാണ്, അപ്രസക്തമായി വരികയാണ്. അതാണ് അമ്മ പറയണത്. ഞാൻ കന്യയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാണ്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ.
ഈ മാനങ്ങൾ പരാധീനതപ്പെടുമ്പോൾ ദൈവം അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് ഒരു നിർദ്ദേശം കൊടുക്കും. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ്? അത്യുന്നതൻ്റെ ശക്തി. അപ്പോഴേ ഒരു സംഭവത്തിൻ്റെ മാനങ്ങൾ നടക്കാൻ പറ്റാത്ത ഒരു ഡൈക്കോട്ടമി, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനതിജീവിക്കുന്നത് ദൈവിക ശക്തി കൊണ്ടാണ്. ഇതേ തന്നെയാണ് നമ്മൾ കാനായിലെ കല്യാണത്തിൽ മുഹൂർത്തത്തിൽ സംഭവിക്കുന്നത്. അവിടെ എന്താ? അവിടെ ശരിക്കും പറഞ്ഞാൽ സ്പേസ് അല്ല, മെറ്റീരിയൽ അല്ല. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു മാത്രമായ വിഷയമാണ്. പക്ഷെ അതിന് വരുന്ന തടസ്സം എന്താണ്? ഇമ്മിറ്റീരിയലായിട്ടുള്ള തടസ്സമാണ്. കാര്യം സമയമാണ്. സമയം എന്ന് പറയുന്നത് എന്താ? അതീത പദാർത്ഥമാണ്. ഫിസിക്കലിൻ്റെ അതീതമായിട്ടുള്ളത്. അത് മെഷർമെൻ്റ് ഓഫ് മൂമെൻറ്റ്സാണ്. സമയം എന്ന് പറയുന്നത് ഒരു പദാർത്ഥമല്ലല്ലോ. അപ്പം അങ്ങനെ ഈശോ പറയും സമയം ആയില്ല എന്ന് പറയും, സമയമായിട്ടില്ലല്ലോ എന്ന് പറയും. അതിനെയും കൗണ്ടറാക്ട് ചെയ്യാം, അതിനെയും അതിലംഘിക്കാം. എങ്ങനെയാണ്? അതിന് അമ്മ പറയണത് അവൻ പറയണത് പോലെ ചെയ്യാൻ പറയും. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ വചനം പാലിക്കാൻ പറയും. ദൈവത്തിൻ്റെ വചനം പ്രയോഗത്തിൽ വരുത്തുമ്പോൾ എന്ത് സംഭവിക്കും? അത്യുന്നതന്റെ ശക്തി പ്രവർത്തിക്കും. ഈ ലോകത്തുള്ള മുഴുവൻ സംഭവങ്ങൾ, നടക്കാത്ത സംഭവങ്ങളെ ദൈവഹിത പ്രകാരമാണെങ്കിൽ നടത്തിയെടുക്കാനുള്ള പോംവഴി എന്താണ്? ദൈവികമായ ശക്തിയെ ആ പദാർത്ഥത്തിൽ, ആ വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ രണ്ട് മുഹൂർത്തങ്ങളെ, സ്പേസ് ആൻഡ് ടൈമിൻ്റെ പരാധീനതകളെ ദൈവിക ശക്തികളെ കൊണ്ട് അതിജീവിക്കാനും അതിലംഘിക്കാനും ആ ദൈവിക ശക്തി നമ്മൾ ആർജിക്കാൻ വേണ്ടിയാണ് ദൈവവചനം പാലിക്കാൻ പറയണത്. ഇത് വളരെ സയൻറ്റിഫിക്കായിട്ട് യുക്തിപരമായിട്ട് മനസ്സിലാക്കി അവധാനതയോടുകൂടി നമ്മൾ നടപ്പിൽ വരുത്തുന്നതിന് നിലവാരമുള്ള വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും നമുക്ക് വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, നടക്കാത്ത കാര്യങ്ങളെ നടത്തിയെടുക്കാൻ ആവശ്യമായ പദാർത്ഥത്തിൻ്റെ അപദാർത്ഥത്തിൻ്റെയും എല്ലാ പരാധീനതകളെയും അമ്മയുടെ മാർഗം, അമ്മയുടെ വെളിപ്പെടുത്തിയ മാർഗം അനുസരിച്ച് കൊണ്ട് നിവർത്തിയാക്കാൻ ആവശ്യമായ മരിയൻ വിശ്വാസത്തിലേക്ക്, മരിയൻ പ്രത്യാശയിലേക്ക്, മരിയൻ ദൈവസ്നേഹത്തിലേക്ക് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വചനം പ്രബോധനത്തെ നന്ദി പറയുന്ന കർത്താവേ, മരിയൻ വിശ്വാസ ചൈതന്യത്തിലേക്ക് കർത്താവേ, അമ്മയുടെ ആത്മപ്രബോധനത്തിന്റെ അഭിഷേകത്തിലേക്ക് നയിക്കാൻ ദിവ്യകാരുണ്യം പങ്കുചേരുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളിടിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനെ വാഴ്ത്തിപ്പാടുകയാണ്. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇപ്പോൾ ആരാധന വിദൂരങ്ങളിൽ നിന്ന് കൂടി പ്രാർത്ഥിക്കുന്നവര് അവരുടെ ജീവിത നിയോഗങ്ങളും സങ്കടങ്ങളും അവരുടെ ആവശ്യങ്ങളും സമർപ്പിക്കാം. ദൈവസ്നേഹത്തിന്റെ ശക്തി, അമ്മയിൽ നിറഞ്ഞ ആത്മചൈതന്യത്തിന്റെ അഭിഷേകം നിറയുകയാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാം സാധ്യമാക്കുന്ന അമ്മയുടെ സാധ്യശക്തിയെ ഞങ്ങൾ ഇപ്പോൾ കർത്താവേ ഞങ്ങളുടെ നിയോഗങ്ങൾ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിവാഹ ഉടമ്പടിയോട് ചെയ്തു പോയിട്ട് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശുശ്രൂഷകൾ കണ്ടു ചേർന്ന് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം സാധ്യമാക്കുന്ന ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ചേർന്ന് പാടാം. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. എല്ലാവരും സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. എന്നേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് സാക്ഷ്യങ്ങൾ പ്രാർത്ഥനാപൂർവം കേൾക്കാം. പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടതുപോലെ ഒരു ഈവൻറ്റ്, ഒരു സംഭവത്തിൻ്റെ പദാർത്ഥമാനങ്ങളെയും അപദാർത്ഥമാനങ്ങളെയും വിശ്വാസം കൊണ്ട് അതിജീവിക്കുമ്പോഴാണ് അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ആ ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ പ്രാർത്ഥനാപൂർവം ഇപ്പോഴേ കേൾക്കാൻ പോകുന്നത്. എൻ്റെ പേര് ജോൺസൺ ആൻ്റണി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ്, കൈതക്കോട് എന്ന സ്ഥലത്താണ് വരുന്നത്. ആദ്യമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മൾ ഇവിടുത്തെ ഉടമ്പടിയോടോ കൃപാസന മാതാവിനോടോ വലിയ താല്പര്യം കാണിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പലരും എന്നോട് പറഞ്ഞു, ജോൺസാ നീ അങ്ങോട്ട് വണ്ടി വിട്, നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെയൊക്കെ ഭയങ്കര അത്ഭുതം നടന്നു. ഞാൻ പറഞ്ഞു അതൊക്കെ ആൾക്കാരെ കൂട്ടാനും പൈസയ്ക്കുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ ശ്രമിച്ചവരെ പോലും ഞാൻ പിന്തിരിപ്പിച്ചൊരു വ്യക്തി കൂടിയാണ്. പക്ഷേ മാതാവ് തന്നെ ഇടപെട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പ്രധാനമായിട്ട് സാക്ഷ്യം പറയുന്നത്, ഞാനിവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ വൈഫിന് വേണ്ടിയായിരുന്നു. 6 വർഷമായിട്ട് തലയിൽ ബ്ലഡ് ക്ലോട്ടായി കിടന്നത്, അതിങ്ങനെ പലതവണയായിട്ട് നിൽക്കുന്ന സമയത്ത് തല ചുറ്റി വീഴും, കറങ്ങി വീഴുക, നിരന്തരമായ തലവേദന, ഈ ഒരു അനുഭവത്തിലായിരുന്നു. അപ്പോൾ അവസാനം ഈ 3 വർഷമായിട്ട് ചികിത്സ തന്നെയാണ്. പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടും ഇത് ഈ തലവേദനയ്ക്കോ ഈ തലചുറ്റലിനോ വീഴ്ചയ്ക്കോ ഒരു പരിഹാരവും കാണാതെ വന്നപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, മാതാവേ, ഞാൻ നിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, നിൻ്റെ അടുത്ത് ഒന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം, ഈ വൈഫിനെ സൗഖ്യപ്പെടുത്തണമെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലചുറ്റി വീഴുന്നു, ഈ ചെറി കൂട്ടി ഇങ്ങനെ ഒരു സൈഡൊക്കെ തളർന്നു പോലെ പോകും. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഈ വലത്തെ സൈഡിന് കൈക്ക് ബലമില്ലാതെ പോകുന്നു, കാലിന് ബലമില്ലാതെ പോകുന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് അത് വർഷങ്ങളായിട്ട് ബ്ലഡ് ക്ലോട്ടായി കിടക്കുകയാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ വർഷം, അതായത് 3-4 വർഷം മരുന്ന് കഴിച്ച് അത് അലിയിച്ച് കളയണമെന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ദൈവം ഇടപെടുകയും മാതാവ് ഇടപെടുകയും യേശു പ്രവർത്തിക്കുകയും ചെയ്തു. 3.5 മാസം കൊണ്ട് എൻ്റെ വൈഫ് പൂർണ്ണ സൗഖ്യമായി. ആ വൈഫാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഡോക്ടർ പറഞ്ഞു ഇനി ഒരിക്കലും നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ട ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോഴേ ഇതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ 2 തരത്തിൽ, അതിൻ്റെ സമയപരാധീനതയും അതിൻ്റെ സ്ഥലപരാധീനതകളെയും വിശ്വാസം കൊണ്ട് അതിജീവിച്ച് ദൈവശക്തി സംശീകരിച്ച് ദൈവിക ഇടപെടലെ അതിൽ സുനിശ്ചിതമാക്കി നമ്മളും ദൈവത്തിൻ്റെ സാക്ഷികളാകാൻ നമ്മളെ അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി
നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ കർത്താവേ. ഞങ്ങൾ കേട്ട സാക്ഷ്യത്തിന്റെ അഭിഷേക ശക്തി കർത്താവേ ഞങ്ങളെ സ്പർശിക്കുന്നതിനോ നന്ദി പറയുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളിലേക്കും അഭിഷേകം ചൊരിയണമേ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. പരിശുദ്ധ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ വിശ്വാസത്തിൻ്റെ ശാസ്ത്രീയ വിഷയങ്ങൾ വിശകലനം ചെയ്തപ്പോഴേ ഞങ്ങൾ കിട്ടിയ ഉൾക്കാഴ്ചയിലെ ഞങ്ങളുടെ എല്ലാ പരാധീനതകളെയും സമയത്തിൻ്റെ പരാധീനതകളെല്ലാത്തിനും അതിലംഘിക്കാൻ കർത്താവേ അമ്മ മാതാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിക്ഷേപിച്ച അതേ വിശ്വാസം മതിയെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവേ. ഓ ദിവ്യകാരുണ്യമേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അതിശക്തമായ വിശ്വാസത്തിന് വരത്താൽ മക്കളെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവേ. വിശ്വാസത്തിന് ചൈതന്യം, അബ്രഹാത്തിന് നൽകിയ വിശ്വാസം, കർത്താവേ എലിയേക്ക് നൽകിയ വിശ്വാസം, പരിശുദ്ധമ്മയിൽ നിറഞ്ഞ വിശ്വാസം, പുണ്യത്തിലേക്ക് ഞങ്ങളെ ബലപ്പെടുത്തി ആഴപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിശ്വസിക്കുന്നവരിൽ നിന്നാണല്ലോ ജീവിതത്തിന്റെ ഉറവ് പൊട്ടിയിരുന്നത്. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുന്നു. ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ചേർന്ന് പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. എല്ലാവരും കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ ദിവ്യകാരുണ്യമേ, കർത്താവിന്റെ തിരുമുറുവാർന്ന ഭരതകരത്താൽ ഈ ആരാധന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും സ്പർശിക്കണമേ കർത്താവേ. അവരിന്ന് അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങളുടെ ശാരീരികമായ പദാർത്ഥ മാത്രമായ മാനങ്ങളുടെ പരാധീനതകളിലേക്ക് കർത്താവേ അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ ആവശ്യിക്കുമെന്ന് പറഞ്ഞ അതിദൈവികമായ ശക്തിയാൽ അവരെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവേ. ജീവിത സങ്കടങ്ങൾ മാത്രം അവശേഷിക്കുന്നവരെ സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ജീവിത വിഷമതകൾ ഏറ്റെടുക്കുന്നതിനെ നന്ദി പറയുന്നു. പരാജയങ്ങളിൽ ശക്തി പകരുന്നതിനെ ഓർത്ത് പറയുന്നു. അത്യുന്നതന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എല്ലാവരും ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് നിറയട്ടെ, സഭയിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ ഈശോയുടെ വിശുദ്ധമായ രക്തത്താൽ കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങളെ തളിക്കണമേ കർത്താവേ. ജീവിത ചുറ്റുപാടുകളിൽ കർത്താവേ, ജീവിത ഉദ്യമങ്ങൾ, വിവാഹങ്ങൾ, ജോലി, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്തവരെ കർത്താവേ, വരുമാന മാർഗങ്ങളില്ലാത്തവരെ, പലതരത്തിൽ വേദനിക്കുന്ന മക്കൾ കർത്താവേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണോ ദിവ്യകാരുണ്യമേ. നിന്റെ വലിയ കാരുണ്യം കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവേ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ കർത്താവ്. വർഷങ്ങൾ അർപ്പിക്കുന്ന ദിവ്യകൃപാന്റെ യോഗ്യതയാൽ കൃപാസാക്ഷാലെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഓ ദിവ്യകാരുണ്യമേ, അതിന്റെ മക്കളുണ്ടാകുന്ന വിശ്വാസപരമായ പരാധീനതകളെ കർത്താവേ, പ്രത്യാശ പരാധീനതകളെ എല്ലാം പരിഹരിച്ചുകൊണ്ട് ദൈവികമായ ഇടപെടലുണ്ടാകണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്ന കർത്താവേ. യേശുവേ ആരാധന കർത്താവേ. വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. വിശ്വസിക്കുന്നവർ ദൈവമക്കളായി ഉയർത്തിയ ദൈവമേ, ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ.
വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ. ആമേൻ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. ദാ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. അത്യുന്നതന്റെ ശക്തി പരിശുദ്ധ അമ്മയിൽ വന്ന് നിറഞ്ഞതുപോലെ ഇപ്പോൾ വിദൂരങ്ങളായിരിക്കുന്നവരും മുറ്റമ്മയിൽ നിന്നുകൊണ്ട് മനമുയർത്തി സ്വരമുയർത്തി ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ, വിശ്വാസത്തിന് അധികം ആഴം നൽകാൻ, ദൈവശരണം നൽകാൻ, ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യാൻ കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അത്യുന്നതന്റെ ശക്തിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അഭിഷേകമായ ശക്തി, ദൈവത്തിന്റെ ശക്തിയാൽ രോഗപീഠകളെ, ജീവിത സഹനങ്ങളെ, ജീവിത പരാജയങ്ങളെ, അപജയങ്ങളെ ഏറ്റെടുക്കാനുള്ള ദൈവിക ശക്തി കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ജപ്തി നടപടിയിലായിരിക്കുന്ന കുടുംബങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേസിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.